യെസ്, അതിനു മുൻപ് നമുക്ക് പോകേണ്ടത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട CPI ഉയർത്തിയ എതിർപ്പ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് LDF ഒരു ധാരണയായിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കുകയാണ്. PM ശ്രീയിലെ ഭിന്നതയാണ് അടുത്ത വാർത്ത. ജിൽസി സൂചിപ്പിച്ചതുപോലെ പദ്ധതിയിൽ ചേരുന്നത് സംബന്ധിച്ച് LDF-ലെ ഭിന്നത തുടരുകയാണ്. CPI എതിർപ്പ് പരസ്യമാക്കിയതോടെ സമവായത്തിനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അടുത്ത LDF യോഗത്തിന്റെ പരിഗണനയിൽ വിഷയം വരാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പ് പരിഗണിക്കാത്തതിലും CPIക്ക് വലിയ അതൃപ്തിയുണ്ട്. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷിജോ, CPI എതിർപ്പ് പരസ്യമാക്കി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതിനുള്ള കാരണങ്ങളും CPI നിരത്തുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് മുഖവിലേക്ക് എടുക്കാതെ മുന്നോട്ട് പോകാൻ ഇനി സാധിക്കുമോ, അല്ലെങ്കിൽ ഇത് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പോലും ഈ കാര്യങ്ങൾ ചർച്ചയിൽ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അപ്പോൾ മുന്നണിയിൽ ഇത് സംബന്ധിച്ച് ഇനി എന്ത് നീക്കങ്ങളായിരിക്കും ഉണ്ടാവുക ഷിജോ? ജിൽസി നൌഫൽ, ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം CPIയുടെ എതിർപ്പ് തുടക്കം മുതൽ തന്നെ CPI ഇത് പല കാര്യങ്ങളിലും തുറന്നു പറയുകയും പല ഘട്ടത്തിലും ഒരു തരത്തിലും ഇതിനെ അംഗീകരിക്കുകയും ചെയ്യില്ല എന്നുള്ള കാര്യം തുറന്നു പറയുകയും CPI ചെയ്തിട്ടുണ്ട്. നേരത്തെ മറ്റു പല വിഷയങ്ങളിലും CPM ഒരു നിലപാട് സ്വീകരിക്കുകയും അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള അതൃപ്തി CPIക്കുണ്ടെങ്കിൽ CPI ഇത് തുറന്നു പറയുകയും പിന്നീട് ഒരു സമവായത്തിലൂടെ ഒരു അനുരഞ്ജന ചർച്ചയൊക്കെ നടത്തി CPIയെ സമവായത്തിലേക്ക് കൊണ്ടുവരികയാണ് സാധാരണ നിലയിൽ CPM ചെയ്യുക. LDF യോഗം ചേർന്നുകൊണ്ട് CPIയെ അനുനയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരും. പക്ഷേ PM ശ്രീ പദ്ധതിയിൽ ചേർന്നാൽ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിലും നടപ്പിലാക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് CPI പറയുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും PM ശ്രീ പദ്ധതിയിൽ ചേരാൻ CPI അനുവദിക്കില്ല. അത് ശരിയായ രീതിയല്ല. ഫണ്ട് കിട്ടാൻ PM ശ്രീയിൽ പദ്ധതിയിൽ ചേരുക മാത്രമല്ല ചെയ്യേണ്ടത്, അല്ലാതെ ഈ ഫണ്ട് നേടിയെടുക്കാനുള്ള ശ്രമം നടത്തണം എന്നുള്ള കാര്യമാണ് CPI പറയുന്നത്. ഇതിലെടുത്ത് കാണേണ്ടത്, ഇന്നലെ മന്ത്രിസഭാ യോഗം PM ശ്രീ വിഷയം അജണ്ടയിൽ ഇല്ലായിരുന്നുവെങ്കിൽ പോലും ഇതിനകത്ത് CPIയുടെ മന്ത്രി K രാജൻ ഈ വിഷയത്തെക്കുറിച്ചുള്ള ആശങ്ക അറിയിച്ചപ്പോൾ അതിനകത്ത് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയോ മുഖ്യമന്ത്രിയോ പോലും മന്ത്രിസഭയിലെ മറ്റ് മന്ത്രിമാർ CPM-ന്റെ മന്ത്രിമാർ ആരും തന്നെ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. കാരണം CPIക്ക് PM ശ്രീയിലുള്ള ആശങ്കയെക്കുറിച്ച് മന്ത്രി K രാജൻ മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞപ്പോൾ അതിന് ചെവി കൊടുത്തു പോലുമില്ല മറ്റ് മന്ത്രിമാരെന്നുള്ളത് CPIയെ സംബന്ധിച്ചുകൊണ്ട് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു കാര്യമാണ്. എന്തായാലും CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കൗൺസിലിലുമെല്ലാം ഈ വിഷയം സജീവമായിട്ട് ഉയർന്നു നിൽക്കുന്നു. ഇതിനകത്ത് CPIക്കുണ്ടായിട്ടുള്ള ആശങ്ക അങ്ങേയറ്റം CPI അറിയിക്കുകയും ചെയ്യും. അതിനെ അനുനയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അടുത്ത LDF യോഗം PM ശ്രീ വിഷയം ചർച്ച ചെയ്യും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ പറയുന്ന കൃഷിവകുപ്പ് അടക്കം കേന്ദ്രത്തിന്റെ സഹായം ഫണ്ട് നേടിയെടുത്ത കാര്യങ്ങൾ LDF യോഗത്തിൽ വിശദീകരിക്കാനുള്ള ആലോചന ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങനെ LDF യോഗത്തിൽ മറ്റു കാര്യങ്ങളെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് അക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് CPIയെ ഒരു PM ശ്രീ വിഷയത്തിൽ അനുനയത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം LDF കൺവീനർ തന്നെ നടത്തുമെന്നുള്ളതാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. അതുപ്രകാരം അടുത്ത LDF യോഗം ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. എന്തായാലും PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരടി പിന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും. കാരണം 1500 കോടിയോളം രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ഈ പദ്ധതിയിൽ ചേർന്നേ മതിയാവുകയുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന എതിർപ്പ് മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ CPIയുടെ എതിർപ്പ് കാര്യമാക്കാതെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ പണം നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് കരുതുന്നത്. പക്ഷേ അങ്ങനെ പോയാൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു LDF-ലെ ആഭ്യന്തര പ്രശ്നം അത് കൂടുതൽ മറന്നേക്ക് പുറത്തു വരും. അങ്ങനെ മുന്നോട്ട് പോകേണ്ടതില്ല. അതല്ലാതെ ഇതിനെല്ലാം LDF-ലെ ഭിന്നത അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. PM ശ്രീയിൽ കടുത്ത ഭിന്നത തുടരുകയാണ്. സ്വാഭാവികമായിട്ട് ഇത് നടപ്പാക്കുന്നത് ഭരണമുന്നണി എന്ന നിലയിൽ അവിടുത്തെ ഭിന്നത ചർച്ചയാകും. പക്ഷേ അതിനപ്പുറത്ത് പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ അവിടെ ഈ കാര്യത്തിൽ ഭിന്നത തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. കാരണം VD സതീശൻ ഇന്നലെ VD സതീശൻ പറഞ്ഞതിലും KC വേണുഗോപാൽ പറഞ്ഞതിലും ഒക്കെ ചില മാറ്റങ്ങൾ, അതായത് അത്ര കടുപ്പിച്ചു വേണ്ട എന്നൊരാളും നന്നായി കടുപ്പിക്കണമെന്ന് മറ്റൊരാളും ഒക്കെ തീരുമാനിക്കുന്നതിൽ ചെറിയ ഭിന്നതകൾ എല്ലാവരും ചേർന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ അല്ലേ?